അങ്ങനെ രാവിലെ തിരിച്ചു പോരാട്ടോ. ഞങ്ങൾ തിരിച്ച് പിന്നെ ഹരിദ്വാറിലേക്ക് തിരിച്ചു വന്ന് എല്ലാവരും തിരിച്ചു പോരാൻ നിൽക്കുക. രാവിലെ ഒരു അമ്മ വന്നിട്ട് ഞങ്ങളോട് പറയാണ്, എൻ്റെ കൂടെ കിടക്കുന്ന ആൾ എഴുന്നേൽക്കുന്നില്ല വിളിച്ചിട്ട്. ഈ രാവിലെ രാവിലെ ഞങ്ങൾ 4 മണിക്ക് എഴുന്നേല്ലോ. 4 മണിക്ക് അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യണം തിരിച്ച്. എങ്കിലും നമ്മൾ ഹരിദ്വാറിന് വൈകുന്നേരമാകുമ്പോഴേക്കും എത്തും. കാരണം അന്നത്തെ റോഡ് അത്രയും മോശമാണ്. അപ്പോൾ അമ്മ വന്ന് പറയാണ്, എൻ്റെ കൂടെ കിടക്കുന്ന ആൾ വിളിച്ചിട്ട് എഴുന്നേല്ലോ, ഒന്ന് വന്ന് നോക്കൂ. അപ്പോൾ ഞങ്ങൾ ഉടനെ ഓടിച്ചെന്നു, എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഓടിച്ചെന്ന് വിളിച്ചു നോക്കുന്ന സമയത്ത് ഇവർ അറിയുന്നേ ഇല്ല. അപ്പോൾ ഒന്നുകൂടി പരിശോധിക്കുന്ന സമയത്ത് അവർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ പരിശോധിക്കുമ്പോൾ സംഗതി ബോധ്യപ്പെട്ടു. അപ്പോൾ സ്വാമിമാരെ കുറിച്ച് സ്വാമിമാർ വന്ന് നോക്കുന്ന സമയത്ത് മരിച്ചു. എപ്പോഴാണ് മരിച്ചതെന്ന് മനസ്സിലായില്ല. പക്ഷെ അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ ഈ 4 ധാമുകളും കഴിഞ്ഞു രാവിലെ പുറപ്പെടാൻ വേണ്ടിയിട്ട് അവർ തലേ ദിവസം തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ച് അത്രയും കൃത്യമായിട്ട് ഒരുങ്ങി കിടക്കുന്ന ഒരു അമ്മ. ബോംബെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മലയാളി സ്ത്രീയാണ്. അവർ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടെയുള്ള അമ്മ പറഞ്ഞു, എനിക്കവരെ അറിയാം, പിന്നെ ഞങ്ങൾക്കും പരിചയമുണ്ട്, അപ്പം എന്ത് ചെയ്യും. അങ്ങനെ കുറച്ചൊരു അങ്കലാപ്പായി. അപ്പോൾ ഞങ്ങൾ ഉടനെ തീരുമാനം എടുത്തു, യാത്രയിലെ മറ്റാൾക്കാരോടൊന്നും പറയട്ടെ. കാരണം എല്ലാവർക്കും ഒരാൾ മരിച്ചു അറിയുന്ന സമയത്ത് എന്തെങ്കിലും പരുക്ക് പറ്റിയതുപോലെയല്ലോ മരിക്കുന്നത്, അതൊരു വല്ലാത്ത രീതിയിൽ അവസ്ഥയിലേക്ക് കൊണ്ടു. അപ്പോൾ ആരോടും പറയേണ്ടെന്ന് തീരുമാനിച്ചു. ആകെ ഒരു 4-5 പേര് മാത്രം, ഞങ്ങളും അതിന് പുറമെ രാത്രിക്ക് ഒന്ന് 2-3 പേര് അറിയുന്ന രീതിയിൽ ഞങ്ങളത് പ്ലാൻ ചെയ്തു. ബോംബെയിൽ നിന്ന് തന്നെ വന്ന വേറെ 2 അമ്മമാരുന്നു, വളരെ ബോൾഡായിട്ടുള്ള, എന്തിനും നല്ല ധൈര്യമുള്ള 2 അമ്മമാർ. ആ അമ്മമാർ പറഞ്ഞു, ഞങ്ങൾ ഏറ്റു, പക്ഷെ വലിയൊരു പ്രശ്നമുണ്ട്.